നമസ്കാരം. ഹരിതയുടെ ആദ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗിന്റെ യുവരക്തമായ നേതാക്കളിൽ മുൻനിരയിലാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയയുടെ സ്ഥാനം. QATNL ഫാത്തിമ തെഹ്ലിയാണ് നമുക്കൊപ്പം. സ്വാഗതം. താങ്ക് യു. സംസാരിച്ചു തുടങ്ങുന്നത് മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം എന്നൊരു പദം അത് തന്നെ എടുത്തുകൊണ്ട് ചോദിക്കട്ടെ, അത് കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചോളം ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു, കൂടുതൽ ചാലഞ്ചിങ് ആകുന്നു എന്നൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ അടുത്തായി കൂടുതൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കമൻസ്, അതേപോലെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇസ്ലാമോഫോബിക് ആറ്റിറ്റ്യൂഡിന് കയ്യടി കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള അജണ്ടകൾക്കും വളം വെച്ച് കൊടുക്കുന്ന രാഷ്ട്രീയ പദ്ധതികൾ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലം ഇന്ത്യയിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാലത്ത് ജീവിക്കൽ പ്രയാസമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ജനറലൈസ് ചെയ്തിട്ടൊരു മറുപടി പറയാൻ കഴിയില്ല. കാരണം ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രിയിൽ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ പോലെയല്ല നോർത്ത് ഇന്ത്യയിലുള്ളത്. അപ്പം അവിടെയുള്ള ആളുകളുടെയും ജീവിത സാഹചര്യവും ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെയുള്ള നമ്മളുടെ ജീവിത സാഹചര്യവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെ ഞെരുങ്ങി ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അതിനിടയിലും ജീവിത വിജയം കൈവരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ പുതിയ കാലത്ത് ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് ഒന്ന് ദുസ്സഹമാവുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മനോഭാവം പുതിയ കാലത്തെ മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകൾ കൈവരിക്കാനുള്ള വലിയ ശ്രമം നമുക്ക് ദേശീയ തലത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രതീക്ഷയായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ദേശീയ തലത്തിലെടുക്കുമ്പോൾ പക്ഷേ ഒരു അന്യവൽക്കരണം അതൊരു മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വിഷയമുണ്ട്. മോഡി റെജീമിന് ശേഷം യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വസ്തുത പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, RSSന്റെ ഒക്കെ അജണ്ടയുടെ ഭാഗമായി തന്നെ ഇസ്ലാം വിരുദ്ധത പലതരത്തിലും പ്രയോഗിക്കുന്ന ഒരു രീതി നമുക്ക് ഈ ഗവൺമെന്റിന്റെ പോളിസിയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു രീതി ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു. അത് പൊളിറ്റിക്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ പോളിസി മേക്കിങ്ങിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പം, പാർലമെന്റിലെ സംസാരങ്ങളിൽ ഓരോ ഇലക്ഷനുകളും വരുമ്പം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ചെന്നെത്തി സംസാരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ മുമ്പിലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിലും അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഇടത് നയങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങളും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ ഇതിനു മുൻപ് BJP ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണത്. അപ്പൊ അത് പല തരത്തിലും പല സമയത്തും ആ സാഹചര്യത്തിനനുസരിച്ച് ഇതൊരു ഫോർമുലയായി ഉപയോഗിച്ചു വരുന്ന രാഷ്ട്രീയം സജീവമായിട്ട് ആ ഒരു രീതി ഈ അടുത്ത കാലത്ത് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കേരളത്തെ കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്. അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു രാഷ്ട്രീയമല്ലേ? കേരളത്തിൽ സ്ഥിതി മറിച്ചല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പ്രയോഗിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെ നമുക്ക് ഒരു വിഷയം വരുമ്പം അതിനെ യൂട്ടിലൈസ് ചെയ്ത് അത് പക്ക ഒരു ഇലക്ട്രൽ കണ്ണുകളിലൂടെ കാണുന്ന അല്ലെങ്കിൽ വെറും ബാലറ്റ് രാഷ്ട്രീയത്തിലൂടെ മാത്രം സമൂഹത്തിനെ കാണുന്ന ആളുകൾ അത് പ്രയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നവകേരള യാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പം അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് CAA NRCയെ കുറിച്ചാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ ജില്ലകളിലൊന്നും CAA NRCയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞില്ല? എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെത്തുമ്പം അങ്ങനെ സംസാരിക്കുന്നു? അപ്പൊ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് എന്താണോ തങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയാണോ കളമൊരുക്കേണ്ടത് എന്നുള്ള രൂപത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇപ്പം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ ഇടതുപക്ഷം പോലും മറ്റൊരു നിറത്തിലേക്ക് പോകുന്നു, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു നിറത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആരോപണമാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് എവിടെയാണോ തങ്ങൾക്ക്
ആ രാഷ്ട്രീയം പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP പറയുന്ന രാഷ്ട്രീയം എവിടെയാണോ പ്രയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അജണ്ട എവിടെയൊക്കെ പ്രയോഗിക്കാൻ പറ്റും കേരളത്തിൽ എന്ന് ചിന്തിക്കുന്ന ഒരു നയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി LDF പുലർത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ യാത്രയിൽ പോലും അത്തരത്തിലുള്ള ഒരു രീതി നമ്മൾ കണ്ടുവരുന്നത്. ചിലതൊക്കെ പറഞ്ഞ് ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമല്ലേ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നു. കാരണം ഇപ്പം ഈ പറഞ്ഞത് മാത്രമല്ല, അപ്പൊ തട്ടം വിവാദത്തിൽ പോലും സംഘികൾക്ക് മാത്രമല്ല കാവ്യ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും തട്ടം കണ്ട അലർജിയാണെന്നൊക്കെ പറഞ്ഞ് അതൊരു വിവാദം ഉണ്ടാക്കലായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് മറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? വിവാദം എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം, പക്ഷെ ഇതിനെ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ വേദനയോ അല്ലെങ്കിൽ ഇതൊരു ഒരു കൈൻഡ് ഓഫ്, ഞാൻ തട്ടം ധരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഇതിൽ ലഭിക്കുന്ന എൻ്റെ ജീവിത രീതിയും അല്ലെങ്കിൽ ഞാൻ പുലർത്തുന്ന ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന എൻ്റെ മുൻപിലേക്ക് തട്ടമിടുന്നത് പുരോഗമനമല്ല, നിങ്ങൾ വളരെ ഇരുണ്ട കാലത്താണ് ജീവിക്കുന്നത്, നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ് എന്നൊക്കെ പറയുമ്പം അതിനെ തിരിച്ചു പറയാനുള്ള ഒരു ബാധ്യതയെങ്കിലും എന്നെ പോലെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശമെങ്കിലും എനിക്ക് വിനിയോഗിക്കേണ്ടതില്ലേ? അപ്പൊ അത് ഈ പറയുന്ന പോലെ വെറുതെയുള്ള ഒരു വാക്കുകളുടെ തർക്കങ്ങളൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് അനുഭവങ്ങൾ സംസാരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹിജാബ് അടക്കം അത് സ്ത്രീയുടെ ഇഷ്ടപ്രകാരമല്ല, ഈ മതം അടിച്ചേൽപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ മത അധ്യക്ഷന്മാർ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നുള്ളൊരു വാദം, അത് ചെറിയ സ്ഥലത്തു നിന്ന് വരുന്നതല്ല, വളരെ ഡിബേറ്റബിൾ ആയിട്ട് ഉയരുന്ന ഒരു കാര്യമല്ലേ അത്? അപർണ അത് ചോദിച്ചത് നന്നായി. എനിക്ക് തോന്നുന്നത് ഈ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും പലരും ചോദിക്കാറുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് തട്ടം അയക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല, തട്ടം ധരിക്കുന്നവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു? അങ്ങനെയല്ല, സൂക്ഷ്മമായിട്ട് എൻ്റെ സംസാരങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, വിശ്വാസത്തിന് ഇപ്പം ഒരു മതപരമായിട്ടുള്ള ലേബലിൽ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പൽഡ് ആയിട്ടുള്ള ഒരു വിശ്വാസവും പൂർണ്ണമല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇത് തന്നെ കരുതണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞ ഒരാളെ നിർബന്ധിച്ച് നമുക്കൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന തോട്ട്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ധരിക്കാത്തവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതിയിട്ട് ധരിക്കുന്നവരോട് നിങ്ങൾ അത് ധരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആ ഒരു അങ്ങനെ കമ്പൽഡ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു വലിയ മാസ് ക്യാമ്പയിനിങ് ആയിട്ട് കൊണ്ടുവരുന്നതിനെ അനുകൂലിക്കാൻ പറ്റില്ല. തട്ടത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം ഇതുമായി പറയുന്നത് മാത്രമാണ്. തട്ടത്തിന്റെ രാഷ്ട്രീയം എന്തിനാ നമ്മൾ ഇത്ര വലിയൊരു ഡിസ്കോഴ്സ് ആയിട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിൽ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ അവിടെ കിടക്കാണ്. ഇസ്ലാം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത, സിംബലുകളോടുള്ള അറപ്പും വെറുപ്പും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഇപ്പുറം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് കൂടിക്കൂടി വരികയാണ്. ഒരു സിംബലും പാടില്ല, തൊപ്പി പാടില്ല, താടി പാടില്ല, തട്ടം പാടില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കൊണ്ട് ആ ഒരു രൂപത്തിലുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒരു അപരവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട് എന്നാണോ? അങ്ങനെയാണെങ്കിൽ അതിൽ വലിയൊരു പങ്ക് CPM കൂടിയുണ്ട് എന്നുകൂടിയാണ്. ഇതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എറണാകുളത്ത് ഒരു പാംഫ്ലെറ്റ് വിതരണം ചെയ്തതിന്റെ പേരിൽ അവിടെ 2 പേരെ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്തായിരുന്നു. അലൻ താഹയുടെ വിഷയം നിങ്ങൾക്കറിയാം. ഈ അടുത്ത ദിവസവും അലൻ വളരെ മാനസികമായി തകർന്നിട്ടുള്ള ഒരു സന്ദർഭം നമ്മൾ കേൾക്കുകയുണ്ട്. അപ്പൊ അങ്ങനെ പല മേഖലയിൽ നിന്നും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, താടിയിട്ടതിന്റെ പേരിൽ പ്രശ്നമുള്ളത് നമുക്ക് അറിയാം. അതുപോലെ തട്ടം, ഈ കോഴിക്കോട് ജില്ലയിലാണ് തട്ടം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ നിന്നും ഒരു കുട്ടിയോട് നാളെ സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തത്. അപ്പൊ ഇതൊക്കെ, ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? അതിൽ എന്താണ് ഇത്രയും കാലം ഇല്ലാത്ത രൂപത്തിൽ ഒരു എന്താ പറയുക, മാറ്റി നിർത്തൽ രാഷ്ട്രീയം നമ്മൾ കാണുന്നത്? മതത്തിന്റെ പേരിൽ അങ്ങനെ ഒരു മാറ്റി നിർത്തൽ രാഷ്ട്രീയം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് വിശിഷ്യ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇടപെട്ട് ചോദിക്കുന്നത് അതിൽ ഇപ്പൊ നിയമത്തെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ, നിയമം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണെങ്കിലൊക്കെ അവിടെ മതപരമായി മാറ്റി നിർത്തപ്പെടുകയാണ് എന്നുള്ളത് അത് ഒരു ഭാഗത്തു നിന്നുള്ള വീക്ഷണമല്ലേ? അത് ഫാത്തിമ തഹലിയ പറയുന്നതല്ലേ? അത് ആ പറച്ചിലിനില്ലേ അങ്ങനെ ഒരു പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എന്താണ് അപ്പുറം, മറുപുറം എന്താണുള്ളത്?
ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നോട് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള രൂപത്തിൽ ചോദിച്ചത് കൊണ്ട് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പുറത്തുള്ള വായന ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ. എന്താണ് എല്ലാ വിഭാഗങ്ങളോടും ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വാസം ഏത് തന്നെയാണെങ്കിലും, ഇപ്പം കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് എല്ലാവരോടും അവർ മതത്തിനപ്പുറമുള്ള കാഴ്ചപ്പാടുകൾ പുലർത്തിക്കൊണ്ട് സംസാരിക്കും. ഇനി വേണ്ട, മതം എന്നുള്ളത് പോട്ടെ, ഓരോരുത്തരുടെയും പിന്നെ ജീവിത രീതിയോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നിലവാരമോ ഒന്നും വിഷയമല്ലാതെ ഇടപെടും എന്ന് കരുതിയിരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിന് വിഭിന്നമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയൊരു പ്രസ്താവന, അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയുമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടല്ലോ. ആ പ്രസ്താവന എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അത് ഇലക്ഷന്റെ തൊട്ട് മുൻപ് പിന്നെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേരളത്തിനെ മലിനീസമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സംശയമില്ല. ഇതൊരു കൈൻഡ് ഓഫ്, എന്തിനാ ഈ 3 പേര് അവർ പറഞ്ഞത്? ഇതൊരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾട്ട് രൂപപ്പെടുത്താനുള്ള ശ്രമമല്ലേ CPM നടത്തുന്നത്? ന്യൂനപക്ഷം എന്ന് വിളിച്ചാലും അല്ലെങ്കിലും മുസ്ലിം സമുദായം വലിയ പങ്ക് CPM-ന്റെ ചിന്താഗതികൾക്കൊപ്പം നിൽക്കുന്നു എന്നൊരു ആത്മവിശ്വാസം പക്ഷേ LDF-നില്ലേ? എനിക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പല സമയത്തും പിന്നെ അങ്ങനെ ന്യൂനപക്ഷരോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറയുകയും എന്നാൽ അതിനപ്പുറത്തുള്ള ഒരു രീതിയാണ് പ്രത്യേകിച്ച് ഈ സർക്കാർ ഇപ്പം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കണം, പിന്നെ നമുക്ക് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്കുള്ള സംവരണം കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഈ സർക്കാർ ഒരു തരത്തില് പിന്നെ ന്യൂനപക്ഷ വിരുദ്ധത കാണിക്കുകയും അപ്പുറത്തൂടെ ഒരു സെന്റിമെന്റ്സോ ഇമോഷണലോ കൊണ്ടുവന്നിട്ട്, വഖഫിന്റെ ഒക്കെ വിഷയം നമുക്കറിയാം, വഖഫ് സമരമൊക്കെ നടന്നത് എത്ര പിന്നെ മാത്രം സർക്കാർ അഡമന്റ് ആയിട്ടായിരുന്നു അന്ന് PSC-യിലൂടെ വഖഫ് പിന്നെ നിയമനത്തിലേക്ക് ആളുകളെ എത്തിക്കും എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഒരു ഭാഗത്ത് അങ്ങനെ പറയുകയും മറുഭാഗത്ത് പിന്നെ ഒരു ആശ്ലേഷിച്ചു കൊണ്ടുള്ള ഒരു രീതിയും ഈ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നിലപാട് പ്രകടമാക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലസ്തീൻ റാലിയിൽ എന്ന് തോന്നുന്നവർ ലീഗിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നത് ഇത് പാലസ്തീൻ വിഷയം ആക്ച്വലി ഗ്ലോബലി ഒരു വലിയ വിഷയമാണെങ്കിലും കേരളത്തിന്റെ പൊളിറ്റിക്സിലേക്ക് വരുമ്പം അത് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ രൂപത്തിലാണ് പലപ്പോഴും പിന്നെ പാലസ്തീൻ റാലി പോലും നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒടുവിലത്തെ അവസാനത്തെ ഘട്ടമൊക്കെ ആയപ്പോൾ നമുക്ക് ആ രൂപത്തിലുള്ള തോന്നലുകൾ വരുന്ന രൂപത്തിലാണ് പല പരിപാടികളും അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ പിന്നെ ഒന്നിക്കേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരും ഈ വിഷയത്തിൽ പാലസ്തീനോടൊപ്പമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കാലങ്ങളായി ലീഗ് പുലർത്തി വരുന്ന ഒരു മുന്നണി സംവിധാനമുണ്ട്, അതിലൊരു നയപരമായിട്ടുള്ള രീതിയുണ്ട്. ആ രീതിയിലാണ് ലീഗ് ഇത്തവണയും കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. കോൺഗ്രസിന്റെ പിന്നെ ഈ വിഷയത്തിലുള്ള നിലപാട് പിന്നെ വ്യക്തമാക്കുന്ന പരിപാടിയിലേക്ക് ഞങ്ങളുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ. അതല്ലാതെ CPM പറയുന്ന പോലെ ഒരു മുന്നണി ഇക്വേഷൻ കൂടെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു സമ്മർദ്ദത്തിലാക്കുകയായിരുന്നില്ല ലീഗിനെ കോൺഗ്രസ് ഒരിക്കലും. ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനപ്പുറം മാധ്യമ സൃഷ്ടിയും ഒപ്പം തന്നെ CPM-ൽ അങ്ങനെ ഒരു പ്രതീക്ഷ കണ്ണുനട്ട് കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ കോൺഗ്രസിന്റെ പലസ്തീൻ റാലിയോടെ ഒലിച്ചുപോയി, അതായത് ഞങ്ങളുടെ പ്രസിഡന്റിന്റെ വാക്കുകളോടെ ഒലിച്ചുപോയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്ത്രീ പ്രാതിനിധ്യം, വനിതാ സംവരണ ബില്ലിന്റെ ഒക്കെ ഒരു കാലം വരുന്ന സമയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എല്ലാ സ്ത്രീകളും പറയുന്നത് അതൊരിക്കലും ആ പ്രതീക്ഷയ്ക്ക് ഒപ്പം അനുസരിച്ച് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഏത് രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട് വരും കാലങ്ങളിൽ? ഈ ലാസ്റ്റ് ഇപ്പം വന്നിട്ടുള്ള ബില്ല് അത് പാസ്സായി, ഇപ്പം അത് നിയമമായിട്ട് ലോ ആയിട്ട് നിലനിൽക്കുകയാണ്. അങ്ങനെ ലോ ആയിട്ട് നിലനിൽക്കുമ്പോഴും ഇപ്പം അടുത്തൊന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊന്നും ഇത് പ്രായോഗികമാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിനെ വിമർശിക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ചേർന്ന് ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ നിയമമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റില്ല? നിങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ. ഡിസിഷൻ മേക്കിംഗ് പവർ ആ പാർട്ടിയിലുള്ള ആളുകൾക്കാണുള്ളത്. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. നിയമമുണ്ടെങ്കിലും അത് ബാധകമാണ്. ഇതുപോലെ തിരിച്ച് നിയമമുണ്ടെങ്കിലും ആ ഒരു പ്രജുഡിസ് ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ഉള്ള അതെ. ഇപ്പൊ നമ്മൾ ഈ നിയമം
ഉണ്ടെങ്കിൽ അത് നിർബന്ധിതമായി, അത് നമുക്ക് ഇവിടെ ബാർഗെയിനിങ് യാതൊരു സ്കോപ്പും ഇല്ല. അങ്ങനെ ഒരു നിയമം വരണമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും, ഈവൻ BJP ആണെങ്കിൽ പോലും, ഞാൻ BJP കൂടിയാണ് പറയുന്നത്, BJP ആണെങ്കിൽ കൂടി എന്തുകൊണ്ട് നിങ്ങൾക്ക് പാർട്ടി ഡിസിഷനായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൂടാ? 33% ഞങ്ങളുടെ പാർട്ടിയിൽ മത്സരിക്കാൻ പോകുന്നത് സ്ത്രീകളാണ് എന്നുള്ള പ്രഖ്യാപനം പോരെ ഇതിന്? ഇത്രയും. പക്ഷേ ഈ പാട്രിയാർക്കൽ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ സ്വന്തം കസേരകൾ വിട്ടുകൊടുക്കാൻ തൽപരരായിട്ടുള്ള ഒരു മനോഭാവം ഇനിയും കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഇത്രയും ലിറ്ററസി ഉള്ള കേരള സമൂഹം ഈ പറഞ്ഞ ആ പാട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ് 100% എന്നുറച്ച് വിശ്വസിക്കുന്നു അല്ലേ? അങ്ങനെ ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിലിങ്ങനെ നമുക്കറിയാലോ, നോക്കിംഗ് ഡോസ് ആണ്. നിങ്ങൾ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുക, മാറ്റങ്ങൾ വരും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ തവണ ലീഗിൽ ഒരു വനിതാ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് ആഫ്റ്റർ ഓൾ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് സ്ത്രീകൾ എന്നുള്ളത്. ഈ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ ആണ് ഇപ്പൊ പുതിയ കാലത്ത് രാഷ്ട്രീയ സംഘടനകളൊക്കെ അവരുടെ വലിയ സമയം ഉപയോഗപ്പെടുത്തുന്നത്. നരേന്ദ്രമോദി ആണെങ്കിൽ, അരവിന്ദ് കെജ്രിവാൾ ആണ് എങ്കിൽ, ഇപ്പൊ കേരളത്തിൽ നമുക്ക് പിണറായി വിജയൻ ആണെങ്കിൽ, ഇവരൊക്കെ മമതാ ബാനർജി ആണെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു ഇമോഷൻ എപ്പോഴും അവർ രേഖപ്പെടുത്താനും കൂടുതലായിട്ട് അവരെ സെക്യൂർ ആക്കാനുള്ള വാഗ്ദാനങ്ങളും സംസാരങ്ങളും നടത്തുന്നുണ്ട്. അപ്പം ഈ വോട്ട് ബാങ്കിനെ പരിഗണിക്കാൻ എന്തുകൊണ്ട് പവർ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ വെറും വോട്ടേഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ പോളിസി മേക്കിംഗിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം നടത്തുന്നുണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ പ്രാതിനിധ്യം സ്ത്രീകൾക്കില്ലേ? ഈ പവർ പൊളിറ്റിക്സിൽ കൂടുതൽ സ്ത്രീ മുഖങ്ങളില്ലേ? കമ്പയറിംഗ് ടു അവരുടെ സീറ്റ്സിന് വെച്ച് നോക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഗൗരിയമ്മ, ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ശൈലജ ടീച്ചറെ പ്രതീക്ഷിച്ചു, ഇപ്പൊ ശൈലജ ടീച്ചർ എവിടെയുള്ളത്? അപ്പം ഈ രീതി യഥാർത്ഥത്തിൽ ഇതിന്റെ ഉള്ളിലുള്ള പാട്രിയാർക്കി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര ലിബറലിസം സംസാരിച്ചാലും, നിങ്ങൾ എത്ര പോസ്റ്റ് മോഡേൺ ആണെന്ന് സംസാരിച്ചാലും, ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ പുരുഷ മേധാവിത്വം കേരളത്തിനെയും പിടിച്ചു കുലുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത്. ഏറ്റവും പ്രോഗ്രസ് ആണ് ഞങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന CPM-ന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഇല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിലവിലുണ്ട്. അപ്പൊ അത്രയും വലിയ ഒരു കോസിന്റെ ഇടയിലേക്കാണ് ഇങ്ങനെ ഒരു റിസർവേഷൻ ബില്ല് കൊണ്ടുവന്നാലെങ്കിലും ഈ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വോട്ട് ബാങ്കിന് റെപ്രസെന്റേഷൻ വരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതില് എനിക്ക് തോന്നുന്നത്, ഇപ്പം സൗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ലിറ്ററസി റേറ്റ് കൂടുതലാണ്. ലിറ്ററസി റേറ്റ് കൂടുമ്പം കുറച്ചുകൂടെ ചോയ്സസ്, ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ, ഫിനാൻഷ്യൽ കപ്പാസിറ്റി കൂടുന്നുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിലുള്ള പല സർവേകളും കാണിക്കുന്നത് അവിടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളെക്കാളും അപ്പുറം ആ ഫാമിലിയിലെ ഹെഡ് എടുക്കുന്ന തീരുമാനമാണ് ഈവൻ അവരുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പോലും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ, സ്ത്രീകളുടെ പങ്കാളിത്തമൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കസേര ഒഴിഞ്ഞു കൊടുക്കാനുള്ള മനോഭാവം, അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിക്കണം എന്നുള്ള മനോഭാവം കൂടി അപ്പുറത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഈ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വരുന്തോറും ആ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെയാണ് വന്നത്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ശരിക്കും ഇത് രണ്ടും ഒരു 24 hour ജോലിയാണ്. നമ്മൾ എപ്പോഴും അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ലോവർ കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ അവിടെ റെഡിലി അവൈലബിൾ ആവണം. അല്ലെങ്കിൽ ഓരോ ദിവസത്തെ പോസ്റ്റിങ്ങിലും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള കണ്ണുകൾ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഫാമിലി ഓഫീസ് ഉണ്ട്. എൻ്റെ ഫാദറും എൻ്റെ ഹസ്ബൻഡും ലോയേഴ്സാണ്. അപ്പൊ എനിക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ മലപ്പുറം ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് പോലും സിനിമ വന്നിട്ടുണ്ട്. അത് മലപ്പുറത്തെ പെൺകുട്ടികൾ, മലപ്പുറത്തെ മാറുന്ന പെൺകുട്ടികൾ, മാറുന്ന മുസ്ലിം പെൺകുട്ടികൾ, ഇതൊക്കെ കേന്ദ്രീകൃത കഥാപാത്രങ്ങളായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. അത് പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ? ഇപ്പോൾ ഒടുവിൽ വന്നത് ശേഷം മൈക്കിൾ ഫാത്തിമ അല്ലേ, ഒരു കമാൻഡറി ചെയ്യുന്ന ഒരു മുസ്ലിം പെൺകുട്ടി. ഇത് സത്യം പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുമായിരിക്കും. ആ കൾച്ചറിന്റെ ഉള്ളിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒതുങ്ങി
ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ള ധാരണയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ പുറത്തുണ്ട്. അവർക്കിതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. മലപ്പുറത്തിന്റെ തനിത് രീതി, മലപ്പുറം എന്നുള്ളത് ഞാൻ അങ്ങനെ പറയാതെ നമുക്ക് മലബാറിനെ വിശേഷിപ്പിക്കാം. കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഒക്കെ പുറത്ത് വന്ന് സംസാരിക്കുന്ന, ഇടപെടുന്ന, ഫുട്ബോൾ കളിക്കുന്ന, പിന്നെ എന്താ പറയുക, കളരിപ്പയറ്റ് കളിക്കുന്ന, പാട്ട് പാടുന്ന ഒക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ചില ഫ്രെയിംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിംസിന്റെ ഉള്ളിലൂടെ നോക്കുന്നതിന്റെ പ്രശ്നമാണ്. ആ ഫ്രെയിംസ് എടുത്തിട്ട് ഉള്ള ചില കാര്യങ്ങൾ, കഥകളാണ് സിനിമകളിലൂടെ ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. അത് നല്ല കാര്യം. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, കോമൺ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഹിറ്റായ തല്ലുമാല പോലത്തെ സിനിമകളാണെങ്കിലും ഒക്കെയും ഈ പറഞ്ഞ പോലെ മലപ്പുറത്തെ ചില സിമ്പലുകൾ, ഈ മാറ്റി നിർത്തിയ ചില സിമ്പലുകളെ വളരെ ആഘോഷമായിട്ട് കൊണ്ടുവരുന്ന ചില ഒരു മലയാളം സിനിമയിൽ അതൊരു ഒരു മനഃപൂർവ്വം ഒരു ബോധത്തോടു കൂടിയുള്ള ഒരു ശ്രമമായിട്ട് തോന്നുന്നുണ്ടോ? ഇതിൽ ഇവർ പ്രൊജക്റ്റ് ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അവിടെയുള്ള സ്ത്രീകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനസ്സാണ്. അവർ എത്ര ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ത്രീകൾ ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു അത്ഭുതമാണ് പലപ്പോഴും. അത്ഭുതം കൂറുന്ന രൂപത്തിലാണ് ഇപ്പം ലാസ്റ്റ് വന്ന മൂവിയിലൊക്കെ എനിക്ക് തോന്നുന്നത്. അതൊരു രസകരമായിട്ടുള്ള സാധനമല്ലേ, ഒരു ശൈലിയല്ലേ അത്. ഈവൻ നിങ്ങൾ നോക്കണം, നമ്മളുടെ പിന്നെ ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് മലബാറിൽ ഉണ്ടായിരുന്ന മാപ്പിള സമരങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള കർഷക സമരത്തിലൊക്കെ പങ്കാളികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഒപ്പന കളിക്കുന്ന സ്ത്രീകൾ യുദ്ധം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി, ആ വേഷമിട്ടിട്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ പിൻതലമുറക്കാര് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതിശയോക്തിയോടെ കാണേണ്ട കാര്യമല്ല, അവരങ്ങനെയാണ്. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുക, തീപ്പരി പ്രസംഗങ്ങൾ നടത്തുക. ഫാത്തിമ തെഹ്ലിയ എന്നൊരു രാഷ്ട്രീയ നേതാവ്, എനിക്ക് തോന്നുന്നു ആ ഒരു സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ ആ ഒരു ഫോർമാറ്റിൽ തന്നെയായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും എന്താ പറയാ, ഐ ക്യാരി മൈ ഹാർട്ട് ഓൺ മൈ സ്ലീവ്സ്. എൻ്റെ ഇമോഷൻസ് ഞാൻ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഉള്ളിൽ വേറെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. അപ്പൊ എപ്പോഴും എന്ത് വിഷയം വന്നാലും ഹേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സെന്റിമെന്റ്സിനെ ഇതാക്കുന്ന വിഷയം വന്നാൽ പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു ഫയർ, ആ ഫയർ എപ്പോഴും കെടാതെ സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ സ്ത്രീകളിലും അതുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന വിഷയങ്ങളെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, പ്രതികൂലമാണ് എങ്കിൽ നിങ്ങൾ അതിനെ പരിശോധിക്കുക, മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ യാതൊരു ആശങ്കയും കൂടാതെ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ ഒരു വ്യക്തി ആവാനാണ് എനിക്ക് താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ കൊടുക്കുന്ന എഫർട്ടിനൊപ്പം തന്നെ ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സ്വന്തമായിട്ട് തന്നെ എല്ലാ സമയത്തും നടത്തേണ്ടതായി വരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ജനറലൈസ് ചെയ്ത് തോന്നിയിട്ടുണ്ട്. സത്യമാണ്. പിന്നെ പലപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ ഒക്കെ ഒരു ജീവിത പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത്ര ഈസി വോക്കൊന്നും അല്ല ഞാനിങ്ങനെ പൊളിറ്റിക്സിലേക്ക് കയറി വന്നത്. കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാൻ വളർന്നത്. ഓർത്തഡോക്സ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ഇൻ ദ സെൻസ് മതപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെ സ്ത്രീകളൊന്നും പുറത്ത് പോവാത്തൊരു ഒരു ചെറിയ കുഞ്ഞിനാട്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. കുറച്ച് സ്ട്രഗിൾ, പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഒരു എന്താ പറയാ, നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനി എത്ര നമുക്ക് മുന്നോട്ട് പോകും തോറും ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ചോയ്സിനെ കുറിച്ച് പറയുമ്പം, ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുമ്പം, ഫ്രീഡത്തിനെ കുറിച്ച് പറയുമ്പം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ച് പറയുമ്പം, ഇതൊക്കെ നമുക്ക് കേൾവി അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിലേക്കൊക്കെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് ഈ തലമുറന്റെ കൂടി ഒരു പ്രശ്നമാണ്. ഞാൻ വളർന്നു വരുന്ന തലമുറ കഴിഞ്ഞ് എൻ്റെ പിന്നിൽ വരുന്ന തലമുറയ്ക്ക് ഇത്ര സ്ട്രഗിൾ ഉണ്ടാവണം എന്നില്ല. മീൻസ് അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ മുന്നോട്ട് പോകട്ടെ. ശക്തമായ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി.